കൊടുത്തു. പരീക്ഷയിൽ കിട്ടി ഉദ്ദേശിച്ച മാർക്കൊന്നും കിട്ടിയില്ല. അപ്പൊ എന്താണ് മതി, അത് മതി, അല്ല അത് ചെയ്യാൻ മതി. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല, അല്ലെ തോറ്റുപോയി. നമ്മുടെ എന്നോട് അടുത്ത് വന്നു, അവിടെ തോറ്റുപോയെന്ന് ഓർക്കുക. ഒരു വിഷയത്തിന് കണക്കിന് തോറ്റുപോയെന്ന് ഓർക്കുക. തോറ്റുപോയി കഴിയുമ്പോൾ ഭയങ്കര നമ്മുടെ വീഡിയോ വന്നിട്ട് ഭയങ്കര വിളിച്ച് അടവാ, ഞാൻ തോറ്റുപോയി എന്ന് പറയാം. കാരണം എന്താണ്? സാഹനത്തിൽ ആ ഞെരുക്കത്തിൽ കാര്യത്തെ കയ്യിരിക്കുമ്പോഴൊക്കെ ആയിരിക്കാം തോറ്റുപോയത്, പഠിച്ചിട്ടൊന്നാണ് ചില. പക്ഷേ ആ ഞെരുക്കത്തിൽ എന്തുണ്ട്? ദൈവരാജ്യമുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന എത്ര വിഷയങ്ങളൊക്കെ തന്നെയായിരിക്കാം, അതൊന്നും നോക്കണ്ട. ഞെരുക്കത്തിൽ ദൈവരാജ്യമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് സന്തോഷിക്കുക. അങ്ങനെ സന്തോഷിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും? പിശാചിന് മനസ്സിലാവും, ഇവരുടെ അടുക്കലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എനിക്കിട്ട് തട്ട് കിട്ടും. ഇവളതിനെ അവൾക്ക് വേണ്ടി മാത്രമല്ല, അവിടെ തന്നെ കാഴ്ചവെക്കുകയാണ്. അനേകം ആത്മാക്കളെ നേടാനായിട്ട്, അനേകം മനസ്സാധനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ്. ഇതോടെ അങ്ങനെ വരുമ്പോഴോ പിശാചിനെ തട്ട് കിട്ടും. പിന്നെ അവൻ ഇങ്ങോട്ട് വരുമോ? നമ്മുടെ നമ്മൾ സാധനങ്ങൾ അതുപോലെ കുറെ അവരുടെ പണി കൊടുക്കണം. എങ്ങനെയാണ് സാധനങ്ങളെ സന്തോഷമാക്കുന്നത് കേട്ടോ? പണി കൊടുക്കണ്ടേ? ഇത് അനേകം മാനസാന്തരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മളെ തന്നെ വിശുദ്ധരാക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല അമ്മച്ചിയുടെ കാര്യം, 52 കൊല്ലം പ്രാർത്ഥിച്ച് ദുർബലനായ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധയായ അമ്മച്ചി ഇല്ലേ? ഇതൊക്കെ നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടിയുള്ള വഴിയാണ്. അതോടൊപ്പം തന്നെ വിശ്വാസം നമ്മളെ അവന്റെ യൂദാസിന്റെ വഴിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വഴിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഹൃദയത്തിൽ തിരിച്ചറിയണം. കഷ്ടപ്പാടിന്റെ ജീവിതം നമുക്ക് ഉണ്ടാവും. അവിടെ ആത്മീയത വളരും. ആ ഇടുങ്ങിയ വഴിക്ക് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.